നാഥൂറാം ഗോഡ്സെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT-യിൽ പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ നടപടിക്ക് സാധ്യത വരുന്നു. അയോധ്യ വിഷയത്തിലെ സംഘർഷത്തിന് പിന്നാലെ അടച്ച കോളേജ് നാളെ തുറക്കാനിരിക്കുകയാണ് പുതിയ സംഭവവികാസം. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു ഷൈജ ആണ്ടവൻ്റെ കമൻറ്റ്. ഷാഗത് റഹ്മാൻ കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് ഷാഗത്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വിവാദത്തിന് ഈ അധ്യാപിക തിരികൊളുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെയാണ് ഈ അധ്യാപക ഇത്തരത്തിൽ ഒരു പരാമർശം കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവം നിറഞ്ഞ ഒരു കാര്യവും. ഇതിനെതിരെ SFI, അതുപോലെ തന്നെ KSU, മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ, അതുപോലെ തന്നെ യുവജന സംഘടനകളും ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. നടക്കാവ് പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട കേസും പരാതിയും നൽകിയിട്ടുണ്ട്. അതിൽ SFI കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തു. 153 വകുപ്പ് പ്രകാരം ഈ അധ്യാപികക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഈ അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം ഈ ഒരു നിലപാടിൽ തന്നെയാണോ അധ്യാപിക ഉറച്ചു നിൽക്കുന്നത് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അതോടൊപ്പം തന്നെ അധ്യാപികക്കെതിരെ NIT-യിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വകുപ്പ് തലത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന കാര്യവും നോക്കുന്നുണ്ട്. അല്പം മുമ്പ് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോളേജ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. നാളെ തുറക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കോളേജിലേക്ക് SFIയും അതുപോലെ തന്നെ KSUവും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെ മാർച്ച് നടത്തുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് ഒരു 3 ദിവസത്തേക്ക് അടച്ചിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവാദത്തിന് ആ കോളേജിലെ അധ്യാപിക തന്നെ തിരികൊളുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ ഇനി കോളേജിന്റെ ഭാഗത്ത് നിന്നും എന്ത് നടപടിയാണ് സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളേവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അധ്യാപിക ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.